بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു സബ 31 മുതൽ 32, അതായത് 31-32 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട പാരായണപരമായ കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ നിയമങ്ങളും മര്യാദകളും സൂചിപ്പിക്കാം. وقال الذين كفروا, ഇതിൽ വഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇന്റെ തടിപ്പിച്ചുച്ചരിക്കേണ്ട തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് ഖാഫ്. ആ വിധി തന്നെയാണ് അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും ഉണ്ടാവുക. അഥവാ അലിഫ് തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തെ തഫ്ഖീമിലും തർഖീഖിലും പിന്തുടരുന്നതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ വഖാല അല്ലദീന കഫറൂ റാഇനും തഫ്ഖീം കൊടുക്കുക. ഈ തഫ്ഖീം കൊടുക്കേണ്ട അക്ഷരങ്ങളല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് നൽകേണ്ടത്. ഇസ്തിഫാലിൻ്റെ നേർപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ലൻ നുഅ്മിന, സക്കിന നൂൻ ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ ഖാഫ് റാ എന്നീ അക്ഷരങ്ങൾക്ക് തഫ്ഖീം കൊടുക്കേണ്ടതാണ്, തടിപ്പിച്ചുച്ചരിക്കണം. എന്നാൽ ഹംസയിലേക്ക് ആ തഫ്ഖീം വരരുത്. ഖുർആൻ എന്ന് പറയുന്നത് ഹംസ, അതുപോലെ അതിൻ്റെ ദീർഘാക്ഷരം അലിഫ്, ഇതൊക്കെ നേർപ്പിക്കേണ്ട തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ബിഹാദൽ ഖുർആനി വലാ ബില്ലദീ ബൈന യദൈഹി അവിടെ വഖഫ് ചെയ്യുമ്പോൾ അല്പം ദീർഘിപ്പിച്ചുകൊണ്ട് തവസ്സുത്ത് സ്വീകരിക്കാം 4 ഹറക്കത്തിൻ്റെ അളവിൽ. ഇനി അതല്ല വീണ്ടും ദീർഘം നൽകുകയാണെങ്കിൽ അതിനും കുഴപ്പമില്ല, കൂടുതൽ ദീർഘിപ്പിച്ച് 6 ഹറക്കത്ത് വരെ ആകാവുന്നതാണ്. അവിടെ ലീനിൻ്റെ അക്ഷരമായ യാഇനെ ദീർഘിപ്പിക്കുകയാണ് വഖഫിന് വേണ്ടി സുക്കൂൻ വന്നതിനാൽ. ബൈന യദൈഹി വലൗ തറാ, ഇവിടെ റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുകയാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ്, ശേഷം ഹംസ അടുത്ത പദത്തിലായി വരുന്നു എന്നതുകൊണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന വാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഇദിൽ ളാലിമൂന, ഇദ് അൽവാലിമൂന എന്നായിരുന്നു. ഇൽത്തിഖാഉ സാക്കിനൈൻ സംഭവിച്ചതുകൊണ്ട് ദാലിന് കസ്റാണ് നൽകുന്നത്. ഇദിൽ ളാലിമൂന മൗഖൂഫൂന, ഇതിൽ ഖാഫിന് മാത്രമാണ് തഫ്ഖീം നിസ്ബി വരുന്നത്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. മൗഖൂഫൂന ഇൻദ റബ്ബിഹിം, ഇൻദ സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻദ റബ്ബിഹിം റാഇന് തഫ്ഖീം കൊടുക്കുക. മറ്റ് അക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ഇൻദ റബ്ബിഹിം യർജിഉ ബഅദുഹും, റബ്ബിഹിം എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. യർജിഉ ബഅദുഹും, യർജിഉ റാഇന് തഫ്ഖീം. ബഅദുഹും ഇലാ ബഅദ്, അവിടെയും സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ ഉച്ചരിക്കുക. ബഅദു എന്ന് പറയുമ്പോൾ ദ്വാദ്
ശ്രദ്ധിച്ചുച്ചരിക്കണം. മുസ്തീലായ മുസ്തഅലിയായ മുഫഖമായ അക്ഷരമാണ് ضاد. ഇസ്തിതാല, ഇസ്തിഅല, തഫ്ഖീം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായി ضاد ഉച്ചരിക്കുക. ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ. ബഅ്ദിൻ എന്ന തൻവീനിൻ്റെ സുക്കൂനിനെ കസ്റുള്ള നൂനാക്കി മാറ്റി ഉച്ചരിക്കുകയാണ് ഇൽതിഖാഉ സാക്കിനൈന് വേണ്ടി. إلى بعض القول يقول الذين استضعفوا. قاف القول ഇതിലെ ഖാഫ് യഖൂലു ഈ ഖാഫ് എല്ലാം തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. യഖൂലു الذين استضعفوا. വീണ്ടും ضاد വരുന്നു, ശ്രദ്ധിച്ചോതുക. يقول الذين استضعفوا للذين استكبروا. للذين استكبروا. റായിന് മാത്രമാണ് തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല എന്നത് ശ്രദ്ധിക്കുക. കാഫ് ഷദീദും മഹ്മൂസും ഒക്കെ അക്ഷരമാണ്. അതുപോലെ സീന് മഹ്മൂസായ അക്ഷരമാണ്. للذين استكبروا لولا أنتم. لولا ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസായ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻതും സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻതും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ. ലകുന്ന ഷദ്ദുള്ള മീം നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലകുന്ന മുഅ്മിനീൻ. മുഅ്മിനീൻ ഹംസ ഷദീദായ അക്ഷരമാണ്, ശ്രദ്ധിക്കുക. മുഅ്മിനീൻ മുഅ്മിനീൻ എന്നായി പോരുത്, മുഅ്മിനീൻ. ഖാല الذين استكبروا. വീണ്ടും ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം. ഖാല الذين استكبروا. സീൻ നേരത്തെ സൂചിപ്പിച്ച നേരത്തെ വന്ന അതേ പദം തന്നെ ഇസ്തക്ബറു അല്ലേ. സീന് കാഫ് ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. ഖാല الذين استكبروا. ബാഇന് ഇസ്തിഫാൽ തർഖീഖാണ്, റാഇന് തഫ്ഖീം എന്ന് വെച്ചാൽ റാ അല്ലാത്ത മറ്റക്ഷരങ്ങളെയൊക്കെ തർഖീഖ് ചെയ്യണം എന്നത് ശ്രദ്ധിക്കുക. قال الذين استكبروا للذين استضعفوا. للذين استضعفوا أنحن استضعفوا. അവിടെ ضادന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, മുസ്തതീലായ അക്ഷരമാണ്. അവിടെ ഉസ്തുദഇഫു എന്നാണ് ഹംസയുടെ ഹറക്കത്ത് ഖത്അ ചെയ്യുമ്പോൾ. ഉസ്തുദഇഫു ദമ്മാണ്, പക്ഷേ അവിടെ ഖത്അ ചെയ്യപ്പെടുകയില്ല, ചേർത്ത് ഓതുകയാണ്. ലില്ലദീന ഉസ്തുദഇഫു അനഹ്നു. ഉസ്തുദഇഫു എന്ന വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അനഹ്നു അനഹ്നു വ്യക്തമാക്കി ശ്രദ്ധിച്ച് ഓതുക. ഹ അതിൻ്റെ മഖ്റജിൽ നിന്ന് വസത്തുൽ ഹൽഖിൽ നിന്ന് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം. അനഹ്നു സദദ്നാകും. സദദ് സദദ്നാകും.
ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഉച്ചരിക്കുക. ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. അനഹ്നു സ്വദദ്നാകും അനിൽ ഹുദാ. സ്വദദ്നാകും സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അനിൽ ഹുദാ ബഅദ ഇദ് ജാഅകും. ഹുറൂഫുൽ ഹൽഖ് മൊത്തത്തിലെല്ലാം ശ്രദ്ധിക്കുക. അനിൽ ഹുദാ ബഅദ, ഈ ഐനുകളെ ശ്രദ്ധിക്കുക. മറ്റ് ഹുറൂഫുൽ ഹൽഖ് അനിൽ ഹുദ എല്ലാം എല്ലാ ഹൽക്കിൻ്റെ അർഫും അതുപോലെ എല്ലാ അർഫും തന്നെ ശ്രദ്ധിക്കണം. പലപ്പോഴും അബദ്ധം വരാറുള്ളത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളിലാണ്. ബഅദ ഇദ് ജാഅകും. ഇദ് ദാല് റിഖ്വായ അക്ഷരമാണ്. ഇദ് ജാഅകും ലൂസാക്കി ഉച്ചരിക്കുക. ദാല് ഇദ് ജാഅകും. ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ബൽ കുൻതും മുജ്രിമീൻ. കുൻതും സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. സാക്കിന മീമുമുണ്ട്, അത് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം മിസ്ലൈനി സഗീർ. മുജ്രിമീൻ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين. قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين.